എൻ്റെ ഫോൺ പാർട്ട്ണർ എടുക്കാൻ പാടില്ല, അതെൻ്റെ പ്രൈവസിയാണ്. 2022 ഇറങ്ങിയ ലവ് ടുഡേ എന്നുള്ള മൂവി ഇത് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് പാർട്ട്നേഴ്സിന് തമ്മിൽ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടും അവരുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഒന്നിനും പിരിക്കാൻ പറ്റില്ല എന്നാണ് ആ മൂവി പറയുന്നത്. ഒരുപാട് ഓൺ അഗൻസ്റ്റ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എനിവേ, നമ്മുടെ ടോപ്പിക് ഫോർ ടുഡേ ഈസ് മൊബൈൽ ഫോൺ, ട്രസ്റ്റ് ഇഷ്യൂസ് ആൻഡ് റിലേഷൻഷിപ്സ്. നമ്മൾ പാർട്ട്ണറിൻ്റെ ഫോണൊന്നും എടുക്കുമ്പോൾ തന്നെ അവർ വേർക്കുന്നു, അവർക്ക് ടെൻഷൻ അടിക്കുന്നു, ഫോൺ തിരിച്ച് ചോദിക്കുന്നു. നമുക്ക് ഡൗട്ടൊന്നും കാണില്ല, പക്ഷേ ഇയാളെന്ത് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്, ഇതിൽ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് താനേ ഒരു സംശയം ചിലപ്പോൾ തോന്നിപ്പോവാം. ചില കേസിൽ ആക്ച്വലി പാർട്ട്ണർ എന്തെങ്കിലും ഒരു സെക്ഷുവലി ഓർ ഇമോഷണലി ഓർ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കുന്നു, ഹൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫോൺ നോക്കിയിട്ടൊന്നും കാര്യമില്ല. കാരണം പേടിച്ചിട്ട് തരേണ്ട ഒരു കാര്യമല്ലല്ലോ ലോയൽറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈവൻ വെൻ ദേ ഹാവ് ഓപ്പർച്യൂണിറ്റി ടു ചീറ്റ്, ഇഫ് ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, ദെൻ ദാറ്റ് ഇസ് ലോയൽറ്റി. ആൻഡ് ചീറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് നമ്മൾ ഈ ഫോൺ പിടിച്ച് വാങ്ങിച്ചു വെച്ചാലും അവർക്ക് മറ്റ് രീതികളിൽ ചെയ്യാവുന്നതാണ്. സോ ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് തടയണം എന്ന് വിചാരിച്ച് അവരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഫോൺസ് ചെക്ക് ചെയ്യുന്നത് പലപ്പോഴും കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടേ വരുള്ളൂ. ഇനിയൊരു കേസുണ്ട് വേർ പാർട്ട്ണർ ഒരു കള്ളത്തിനും ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പാർട്ട്ണർ ഫോൺ നോക്കുന്നു. വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കുക മാത്രമല്ലല്ലോ, അവരുടെ അനുവാദമില്ലാതെ എത്തി നോക്കുന്നു, അവർ കുളിക്കാൻ കയറുമ്പോൾ ഫോൺ എടുത്ത് നോക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ പാർട്ട്ണറായിരിക്കും, പക്ഷേ മറ്റേ ആളുടെ ഈ സംശയവും നോട്ടവും ചോദ്യം ചെയ്യലും ഒക്കെ കാണുമ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അതേസമയം അവർ കുളിക്കാൻ പോകുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ എന്താണെന്ന് വെച്ചാൽ ആ ഫോൺ അവിടെ വെറുതെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് നീ വേണേൽ കയറി നോക്കിക്കോ, നമുക്ക് പരസ്പരം നോക്കാം, ഫോണിൻ്റെ പിൻസൊക്കെ പരസ്പരം ഷെയർ ചെയ്യാം. മ്യൂച്വൽ കൺസെൻറ്റോടെ നിങ്ങൾ എഗ്രി ചെയ്യുന്ന ലെവലിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺസിലെ പ്രൈവസി ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു സിനാരി വരുമ്പോൾ നമുക്ക് അത്രയും ഡൗട്ട് തോന്നുന്നില്ല. ഇറ്റ്സ് റെഡ്ലി അവൈലബിൾ, അതവിടെ ടേബിളിൽ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോ, ഓക്കെ, കുഴപ്പമില്ല, നോക്കണം എന്നില്ല. സോ നെക്സ്റ്റ് ടൈം വെൻ യു ഫീൽ ലൈക്ക് ചെക്കിങ് യുവർ പാർട്ട്നേഴ്സ് ഫോൺ, അവരുടെ പെർമിഷനോടെയോ അല്ലാതെയോ, അവർ ശരിക്കും എന്തെങ്കിലും മറക്കുന്നു എന്ന തോന്നൽ കൊണ്ടാണോ അതോ ജനറലി നിങ്ങൾക്കുള്ള ട്രസ്റ്റ് ഇഷ്യൂ കൊണ്ടാണോ, രണ്ടായാലും തെറപ്പി ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ്.